ദുരൂഹത ഉണർത്തി തലസ്ഥാനത്ത് റഷ്യൻ നിർമ്മിത ചരക്ക് വിമാനത്തിന്റെ ലാൻഡിംഗ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്കറിയാം, തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഒരു ബ്രിട്ടീഷ് യുദ്ധവിമാനം തമ്പടിച്ചിട്ടുണ്ട്. തകരാറുകൾ പരിഹരിക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് യുദ്ധവിമാനം ഇനിയും മടങ്ങിയിട്ടില്ല. അതിനിടയിൽ ഇപ്പോൾ മറ്റൊരു വിമാനം കൂടി തലസ്ഥാനത്ത് എത്തിയതാണ് ദുരൂഹത ഉണർത്തുന്നത്. എന്തിനാണ് ഈ വിമാനം എത്തിയിരിക്കുന്നത് എന്ന കാരണം അധികൃതർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. പോർ വിമാനങ്ങളുടെ നിരീക്ഷണ പറക്കലിന് പിന്നാലെയാണ് വ്യോമസേനയുടെ ചരക്ക് വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രി 8:30 മണിയോടെ ഇല്യൂഷൻ IL-76 എന്ന വിമാനമാണ് എത്തിയത് എന്നാണ് വിവരങ്ങൾ. വ്യോമസേനയുടെ ഏറ്റവും വലിയ ചരക്ക് വിമാനമാണ് തലസ്ഥാനത്ത് പറന്നിറങ്ങിയത്. റഷ്യൻ നിർമ്മിത വിമാനമാണ് ഇല്യൂഷൻ. തലസ്ഥാനത്ത് എത്തിയത് എന്തിനാണ് എന്നുള്ള വിവരം അധികൃതർ പുറത്തുവിട്ടിട്ടില്ല. അതേസമയം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയ അമേരിക്കൻ നിർമ്മിത F-35 ബ്രിട്ടീഷ് യുദ്ധവിമാനം എയർ ഇന്ത്യ ഹാങ്കറിലേക്ക് മാറ്റും എന്നാണ് അറിയുന്നത്. വിമാനത്തിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കുന്നതിന് ബ്രിട്ടനിൽ നിന്നുള്ള എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘം എത്തിയ ശേഷം ഇവരുടെ കൂടി സാന്നിധ്യത്തിലായിരിക്കും മാറ്റുക. 15-ന് വിമാനം റൺവേയിൽ ഇറക്കി മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ തന്നെ ഹാങ്കറിലേക്ക് മാറ്റാൻ ബ്രിട്ടനോട് ആവശ്യപ്പെട്ടു എങ്കിലും 10 ദിവസങ്ങൾക്ക് ശേഷമാണ് വിമാനം വിദഗ്ധർ എത്തിയ ശേഷം മാറ്റുന്നതിൽ തടസ്സമില്ല എന്ന് ബ്രിട്ടീഷ് അധികൃതർ വ്യക്തമാക്കിയത്. വിമാനത്തിന് CISF-ന്റെ സായുധ സുരക്ഷ തുടരുകയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ F-35 ഇറക്കിയതിനു പിന്നാലെ ക്യാപ്റ്റൻ മൈക്ക് വിമാനത്തിനരികിൽ കസേരയിട്ടിരുന്നിരുന്നു. സുരക്ഷാ നടപടി പൂർത്തിയാക്കുന്നതിനായി കൊണ്ടുപോകാൻ വ്യോമസേന ഉദ്യോഗസ്ഥർ എത്തി എങ്കിലും വിമാനത്തിന് അടുത്തു നിന്ന് പോകാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. തനിക്ക് ഇരിക്കാൻ ഒരു കസേര വേണം എന്നായിരുന്നു അന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത്. തുടർന്ന് ഏറെ നേരം വിമാനത്തിനടുത്ത് കസേരയിട്ട് വിശ്രമിക്കുകയും ചെയ്തു. വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സാങ്കേതിക വിദഗ്ധരുമായുള്ള ബ്രിട്ടീഷ് ഹെലികോപ്റ്റർ പിറ്റേ ദിവസം എത്തുന്നതുവരെ അദ്ദേഹം അവിടെ ഇരിക്കുകയായിരുന്നു. വിമാനം നന്നാക്കാനായി വിമാനത്താവളത്തോട് അടുത്തു ചേർന്നുള്ള ഹാങ്കർ യൂണിറ്റിലേക്ക് മാറ്റാം എന്ന ഇന്ത്യൻ വ്യോമസേനയുടെ നിർദ്ദേശം അതേസമയം ബ്രിട്ടീഷ് അധികൃതർ നിരസിക്കുകയായിരുന്നു. അത്യാധുനിക സൈനിക വിമാനമാണ് F-35. മറ്റൊരു രാജ്യത്തിന്റെ അധീനതയിലുള്ള അറ്റകുറ്റപ്പണി കേന്ദ്രത്തിലേക്ക് മാറ്റേണ്ടതില്ല എന്നായിരുന്നു ബ്രിട്ടീഷ് സംഘം എടുത്ത തീരുമാനം. F-35ന്റെ നിർമ്മാണ പ്രവർത്തന രഹസ്യങ്ങൾ അല്പം പോലും ചോർന്നു പോകരുത് എന്ന മുൻകരുതലായിരുന്നു ഇതിന് പിന്നിൽ. ലോകത്ത് ഏതാനും രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായുള്ള 5ാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനമാണ് ബ്രിട്ടീഷ് നാവികസേനയുടെ അമേരിക്കൻ നിർമ്മിത F-35. രഹസ്യമായ നിരവധി സാങ്കേതിക സംവിധാനങ്ങൾ കാരണം മറ്റ് യുദ്ധവിമാനങ്ങളെക്കാൾ പോരാട്ടശേഷി ഇവയ്ക്ക് കൂടുതലാണ്. അമേരിക്കയുടെ തന്നെ F-22 റാപ്റ്റർ, റഷ്യയുടെ Su-57, ചൈനയുടെ ചെങ്ഡു J-20, ഷെൻയാങ് J-35, ടർക്കിയുടെ TFX ഖാൻ എന്നിവയാണ് ഈ കൂട്ടത്തിൽപ്പെടുന്ന മറ്റു യുദ്ധവിമാനങ്ങൾ. അമേരിക്കയുടെ F-35 വിമാനം വേണ്ട എന്ന് വെച്ച് ഇന്ത്യ ഇത്തരം വിമാനം സ്വന്തമായി വികസിപ്പിക്കാനുള്ള ഗവേഷണത്തിലാണ്. ശബ്ദത്തേക്കാൾ വേഗത്തിൽ പറക്കുന്ന ഒറ്റ എഞ്ചിൻ, ഒറ്റ സീറ്റർ F-35 ലോക്ഹീഡ് മാർട്ടിൻ എന്ന കമ്പനിയാണ് വികസിപ്പിച്ച് അമേരിക്കയ്ക്ക് കൈമാറിയത്. A, B, C എന്നിങ്ങനെ 3 വകഭേദങ്ങൾ ഈ വിമാനത്തിലുണ്ട്. 1000 കോടി രൂപ വരെ വില വരുന്ന ഈ വിമാനം അമേരിക്ക അവരുടെ സഖ്യരാഷ്ട്രങ്ങൾക്കും കൈമാറിയിട്ടുണ്ട്. ആകാശത്ത് നിന്ന് കരയിലേക്ക് ആക്രമണം നടത്താനാവുന്ന സംവിധാനം F-35 എന്ന ഈ ഇനത്തിനുണ്ട്. ഇതിന്റെ B ഇനത്തിന് റൺവേയിൽ അല്ലാതെ കുത്തനെ പറന്നിറങ്ങാൻ സാധിക്കും. ചെറിയ റൺവേയിൽ കുറഞ്ഞ ദൂരം ഓടി പറന്നുയരാനും ഇവയ്ക്ക് സാധിക്കും. അതിനാൽ തന്നെ ചെറിയ വിമാനവാഹിനി കപ്പലുകളിൽ നിന്ന് പോലും ഇതിന് പറന്നുയരാനാകും എന്നതാണ് പ്രത്യേകത. വലിപ്പമേറിയ ചിറകുകളാണ് C വിഭാഗത്തിനുള്ളത്. ഇത് മടക്കി വെക്കാൻ സാധിക്കും. റഡാറിൽ പെടാതെ ആയുധങ്ങൾ ഒളിപ്പിച്ചു വെക്കാനുള്ള സൗകര്യവും ഈ വിമാനത്തിലുണ്ട്. ശബ്ദത്തെക്കാൾ വേഗത്തിൽ പറക്കാനും ആകാശത്തിന് വെട്ടിത്തിരിഞ്ഞുള്ള ചടുല നീക്കങ്ങൾക്കും സഹായിക്കും വിധമാണ് ഇതിന്റെ രൂപകൽപ്പന. ദൗത്യത്തിനിടയിൽ തന്നെ മറ്റു വിമാനങ്ങളുമായും താഴെയുള്ള നിയന്ത്രണ സംവിധാനങ്ങളുമായും ആശയവിനിമയം നടത്താനും സാധിക്കും. ഇതിന്റെ പിന്നിലുള്ള രഹസ്യം തന്നെയാണ് F-35നെ ഉടമസ്ഥ സേനകൾ പൊതിഞ്ഞു പിടിക്കുന്നതിനുള്ള പ്രധാന കാരണം. ശത്രുക്കളുടെ റഡാറിന്റെ കണ്ണുവെട്ടിച്ച് പറക്കാനുള്ള സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയാണ് ഈ വിമാനങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. റഡാറിൽ നിന്ന് അയക്കുന്ന റേഡിയോ തരംഗങ്ങൾ ആകാശത്തെ ഏതെങ്കിലും വസ്തുവിൽ തട്ടി തിരിച്ച് റഡാറിൽ എത്തുകയും അത് വിശകലനം ചെയ്ത ഏത് വസ്തുവാണ് എന്ന് തിരിച്ചറിയുകയുമാണ് റഡാറുകൾ ചെയ്യുന്നത്. എന്നാൽ റഡാറുകളിൽ നിന്ന് വരുന്ന തരംഗങ്ങളെ ആഗിരണം ചെയ്യുകയോ അവ റഡാറിലേക്ക് തിരികെ പോകാതെ വഴിതിരിച്ചു വിടുകയോ ചെയ്താണ് 5ാം തലമുറ വിമാനങ്ങൾ ഇതിനെ മറികടക്കുന്നത്. സാധാരണ യുദ്ധവിമാനങ്ങളെ 400-500 കിലോമീറ്റർ അകലെ വെച്ച് തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ സാധിക്കുമെങ്കിൽ 5ാം തലമുറ വിമാനത്തെ തിരിച്ചറിഞ്ഞു വരുമ്പോഴേക്കും അത് ലക്ഷ്യം തകർത്ത് മടങ്ങിയിട്ടുണ്ടാകും. 10 ദിവസമായി വിമാനത്താവളത്തിൽ തുറസായ സ്ഥലത്താണ് F-35 തുടരുന്നത്. വിമാനത്തിന്റെ കേടുപാട് പരിഹരിക്കാൻ ബ്രിട്ടീഷ് അമേരിക്കൻ സാങ്കേതിക വിദഗ്ധരുടെ 30-അംഗ സംഘം എത്തുന്നുണ്ട് എന്നാണ് വിവരം. സാങ്കേതിക തകരാർ പരിഹരിക്കാൻ സാധിച്ചില്ലെങ്കിൽ സുരക്ഷ വിലയിരുത്തിയ ശേഷം സൈനിക വിമാനത്തിൽ F-35 ബ്രിട്ടനിലേക്ക് എയർലിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് പ്രതിരോധ വൃത്തങ്ങളെ ഉദ്ധരിച്ച റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനത്തിന് കേടുപാട് പറ്റിയതായാണ് നിലവിലെ പരിശോധനയിൽ കണ്ടെത്തിയത്. ഇത് പരിഹരിക്കുക എന്നത് ശ്രമകരം എന്നാണ് വിവരം. ഇനി വരുന്ന സംഘത്തിന് പ്രശ്നം പരിഹരിക്കാനായില്ല എങ്കിൽ വിമാനം എയർലിഫ്റ്റ് ചെയ്യുന്നതടക്കമുള്ള നടപടിയിലേക്ക് കടക്കും എന്നാണ് സൂചന. ഹൈഡ്രോളിക് സംവിധാനം പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണ് എന്ന് ഉറപ്പുവരുത്താതെ വിമാനം തിരിച്ചു പറക്കുന്നത് സുരക്ഷിതമല്ല എന്നതിനാലാണ് ഇത്. ഇനിയും കൂടുതൽ ദിവസം വിമാനത്താവളത്തിൽ F-35 തുടരുകയാണെങ്കിൽ വിമാനത്താവളം ഉപയോഗിച്ച വാടക ബ്രിട്ടീഷ് അധികൃതർ നൽകേണ്ടി വരുമെന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു.
നേരത്തെ വിമാനത്തിന്റെ സാങ്കേതിക തകരാർ കണ്ടെത്തുന്നതിനായി ബ്രിട്ടനിൽ നിന്ന് 5 പേർ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. അതിനിടെ ഇവിടെ ഉണ്ടായിരുന്ന പൈലറ്റും 2 സാങ്കേതിക വിദഗ്ധരും മടങ്ങി. പുതുതായി എത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ യുദ്ധവിമാനത്തിന്റെ ചുമതല ഏറ്റെടുത്തു. ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത സംഘം തിരുവനന്തപുരത്ത് എത്തുന്നത്. F-35 പരിശോധിക്കാനും വിമാനത്തെ തിരികെ കൊണ്ടുപോകാനും പൂർണ്ണ സജ്ജമായിട്ടായിരിക്കും സംഘം വരിക. F-35 നിർമ്മിച്ച അമേരിക്കൻ കമ്പനിയായ ലോക്ഹീഡ് മാർട്ടിൻ കമ്പനിയുടെ സാങ്കേതിക വിദഗ്ധരും ഇക്കൂട്ടത്തിൽ ഉണ്ടാകും എന്നാണ് സൂചന. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.